നമസ്കാരം. എന്ത് പറഞ്ഞാലും അവസാന നിമിഷം ഇട്ടുടയ്ക്കുന്ന ശീലം പിണറായി വിജയൻ ഒരിക്കലും തെറ്റിക്കാറില്ല. കേന്ദ്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വായിൽ തോന്നുന്നതെല്ലാം പറഞ്ഞ് വലിയ കൊട്ടിയാഘോഷത്തോടെ കൊണ്ടുവന്ന ആ പദ്ധതിയും പൊളിയുകയാണ്. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും എന്ന സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇതിൽ പരം ഒരു നാണക്കേട് ഇനി മുഖ്യമന്ത്രിക്ക് വരാനില്ല. പറഞ്ഞു വരുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭാരത് അരിക്ക് ബദലായി സംസ്ഥാന സർക്കാർ കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്ന കെ റൈസിനെ കുറിച്ച്. ഇന്ന് എത്തുമെന്ന് കൊട്ടിയാഘോഷിച്ച കെ റൈസ് എവിടെയെന്ന് ജനം ചോദിക്കുകയാണ്. പക്ഷേ ഉത്തരമില്ല. സംസ്ഥാനത്ത് സപ്ലൈകോ സ്റ്റോറുകളിൽ കെ റൈസ് പോയിട്ട് സബ്സിഡി സാധനങ്ങൾ പോലും ഇല്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കെ റൈസിന്റെ വിതരണ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നു. പക്ഷേ ഔട്ട്ലെറ്റുകളിൽ അരി എത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. 13-ന് സബ്സിഡി സാധനങ്ങളും ഇതിനൊപ്പം ഇല്ലെന്ന് സപ്ലൈകോയിൽ നിന്ന് റിപ്പോർട്ട് പുറത്തുവരികയാണ്. ഉദ്ഘാടനത്തിന് ശേഷം കെ അരി ഔട്ട്ലെറ്റുകളിൽ എത്തിക്കുമെന്ന് സപ്ലൈകോയുടെ വിശദീകരണമുണ്ട് എങ്കിലും അരി എത്തിയിട്ടില്ല. ആദ്യഘട്ടം എന്ന നിലയിൽ 56 ഔട്ട്ലെറ്റുകൾ വഴിയാണ് കെ റൈസ് വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ഔട്ട്ലെറ്റായ കിഴക്കേക്കോട്ടയിൽ ഉൾപ്പെടെ അരി എത്തിയിട്ടില്ല എന്ന് ഇതിനു പിന്നാലെ റിപ്പോർട്ട് വന്നു. സപ്ലൈകോ വഴി സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്ന 10 കിലോ അരിയിൽ 5 കിലോയാണ് പ്രത്യേക സഞ്ചിയിലാക്കി കെ റൈസ് നൽകുന്നത്. ജയ അരി കിലോയ്ക്ക് 29 രൂപയ്ക്കും കുറുവ അരി, മട്ട അരി എന്നിവ 30 രൂപയ്ക്കും വിൽക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നതും. സപ്ലൈ ഇല്ലാതെ സപ്ലൈകോ നട്ടം തിരിയുന്നതിനിടെയാണ് കേന്ദ്രത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഭാരത് റൈസിന് ബദലായി ഒരു കെ റൈസ് അരി പുറത്തിറക്കുന്നത്. തിരുവനന്തപുരത്ത് ജയ അരിക്കും കോട്ടയം എറണാകുളം മേഖലയിൽ മട്ട അരിയും പാലക്കാട് കോഴിക്കോട് മേഖലയിൽ കുറുവ അരിയും ഇതിന്റെ ഭാഗമായി വിതരണം ചെയ്യുമെന്നും അറിയിച്ചിരുന്നു. ശബരി കെ റൈസ് ബ്രാൻഡഡ് സഞ്ചിയിലാണ് അരി വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ സഞ്ചി ഇല്ലാത്തതിനാൽ അരിയില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. അതേസമയം ഇപ്പോൾ കേന്ദ്രം നൽകിക്കൊണ്ടിരിക്കുന്ന ഭാരത് അരിയെ വളരെയധികം തരം താഴ്ത്തിക്കൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ ഭാരത് അരിക്ക് പകരമായി കെ റൈസ് കൊണ്ടുവരുന്നത്. എന്നാൽ ഭാരത് അരിയേക്കാൾ 10 ഇരട്ടി ഗുണമേന്മയുള്ള അരി സംസ്ഥാന സർക്കാർ നൽകുന്നു എന്ന വാഗ്ദാനം വെറും വാഗ്ദാനമായി മാത്രം ഒതുങ്ങുകയാണ്. ആ വീരവാദമൊക്കെ ഇന്നത്തോടെ പൊളിഞ്ഞടുങ്ങുകയും ചെയ്തു. 10 ഇരട്ടി ഗുണമേന്മയെല്ലാം അവിടെ നിൽക്കട്ടെ, തരുമെന്ന് പറഞ്ഞിരുന്ന സംസ്ഥാന സർക്കാരിന്റെ കെ റൈസ് എവിടെയെന്നാണ് ജനം ഇപ്പോൾ ചോദിക്കുന്നത്.